അപ്പാ ഞങ്ങൾ ഇറങ്ങാട്ടോ. അപ്പന്റെ വീട് തീർന്നല്ലേ? മനുഷ്യ ഏതായാലും നാടകം പൊളിഞ്ഞു, നാട്ടുകാരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പോയിട്ട് വരാം. സോറി സോറി സോറി, ഞാൻ ഓർത്തില്ല. ഇവിടെ അടുത്തൊരു ഓഡിഷൻ. കാലിക്കറ്റ്. കോഴിക്കോടോ? ആ അതെ, ഞാൻ വണ്ടി എടുക്കുവാണേ. ആ ഞങ്ങൾ കാലിക്കട്ടാടാ. ഇതുവരെ ഒന്നും ഓഡിഷൻ കഴിഞ്ഞോ? നേരത്തെ രജിസ്റ്റർ ചെയ്തായിരുന്നോ? അയ്യോ അങ്ങനെ പറയല്ലേ പ്ലീസ്, ഒന്ന് വിളിച്ചു പറയാമോ? പറഞ്ഞിട്ട് ഒരു കാര്യമല്ലോ ചോദിച്ചാൽ ഒന്നാമത് കൂടുതൽ കലിപ്പ. ഇനി അതിൻ്റെ തീർച്ചയായും ഞാൻ കേൾക്കേണ്ടി വരും. ഇവിടെ നിൽക്കാൻ ഞാൻ പരപ്പരം. നീ എന്റെ ജീവിതം നശിപ്പിച്ച തെണ്ടി, ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് സുഖമായിട്ട് മുന്നോട്ട് പോകാന്ന് കരുതണ്ട. നീ എന്റെ ജീവിതം നശിപ്പിച്ചത് കള്ളക്കഴിവരുടെ മോനെ. ഞാനോ? നീ എന്നെ പീഡിപ്പിച്ചില്ലേ? ഞാനാണോ? അല്ല, അങ്ങനെയല്ല. അല്ലടോ, ഞാൻ അവന്റെ അമ്മയുടെ ഒരു ഓഡിഷൻ. പെണ്ണും പിടിക്കല നാറി. മീറ്റ് വെക്കാൻ വേണ്ടി കൊച്ചിയിലെ ഓഡിഷൻ വലിയ കാര്യമൊന്നും ഉണ്ടായില്ലേ? അതെ, ഞാൻ ഓഡിഷൻ നിൽക്കുവാണ്. ഒരു പിടി പുണ്യാത്മാക്കളുടെ ശേഷക്രിയ ഏറ്റുവാങ്ങിയ മണൽത്തിട്ട മാധവൻ നമ്പ്യാർ ജന്മങ്ങളിൽ ജനിച്ചു ഭരിച്ചാലും തീണ്ടാപ്പാടകലെയാണ്. അതുകൊണ്ട് നീ പോ. സാറേ എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ. നിനക്കുള്ളത് തരാട്ടോ. കോപ്പ് താൻ എവിടെ നോക്കി നിൽക്കടോ? സോറി സാർ, ഞാൻ കണ്ടില്ല, അതുകൊണ്ട്. ഹീറോയിന്റെ ആണോ ഓഡിഷൻ നടക്കണേ? സോറി സാർ, സോറി സാർ വെറുതെ ടെൻഷൻ അടിക്കണം, നമുക്ക് ശരിയാക്കാം. താനത് സംസാരിക്കണ്ട. തൻ്റെ ഒരു കോപ്പിലെ ഓഡിഷൻ എന്റെ കൂളിംഗ് ഗ്ലാസും വെച്ച് ഇറങ്ങിയിരിക്കുക. ക്യാമറമാൻ അത്ര. എന്റെ പേര് നാൻസി, ഞാൻ ഓഡിഷനായിട്ട് വന്നേ. ഓഡിഷനോ? സോറി സർ, ഞാൻ കോട്ടയത്ത് നിന്ന് വന്നേ, അതാ ലേറ്റ് ആയപ്പോ. എത്ര മണിക്കാ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു? സോറി സർ, ജസ്റ്റ് ഒരു 5 minutes തന്നാ സർ, പ്ലീസ് സർ, പ്ലീസ്. പറഞ്ഞു സർ ഒന്ന് പറ പ്ലീസ്. അനുട്ടാ, ഞാൻ ഇയാൾ ഒരുത്തരെ ജീവിതം നശിപ്പിച്ചേ. വെക്കട ഫോൺ. ഞാൻ എന്ത് തെറ്റാ തന്നോട് ചെയ്തത്? പുറകെ നടക്കുന്ന സമയത്ത് ഭയങ്കര ഉത്സാഹമായിരുന്നല്ലോ. തലയിലാവുന്ന അറിഞ്ഞപ്പോ സ്കൂട്ടാന്ന് വിചാരിച്ചോ? അങ്ങനെ തന്നെ വിചാരം ഉണ്ടെങ്കിലേ അത് മനസ്സിൽ വെച്ചിരുന്നാ മതി. ഞാൻ താൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചിട്ടല്ലേടോ തന്റെ പുറകെ തന്നെ. ഇപ്പൊ വിളിച്ച ഫോൺ എടുക്കാൻ പറ്റില്ല, മെസ്സേജ് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ശല്യായോ? ഇതിലൊക്കെ തീരുമാനം ഉണ്ടാക്കിയിട്ട് താനെ എവിടെങ്കിലും പോയാൽ മതി. സർ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? ഞാൻ ഇതിലെ ലൈനാ പറഞ്ഞത്. കൊള്ളാം. താങ്ക് യു സർ. എനിക്ക് സെലക്ഷൻ കിട്ടി. എന്ത് സെലക്ഷൻ? ഇന്ന് വോയിസ് ഓഡിഷൻ കിട്ടി. കൺഗ്രാറ്റുലേഷൻ. പൊക്കോ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത പപ്പ മമ്മി ലൈഫിന്റെ പ്രശ്നം കർത്താവിൻ്റെ അടുത്തൊന്ന് റെക്കമെൻഡേഷൻ ചെയ്യണം കേട്ടോ. ഇതല്ലടോ സ്ക്രിപ്റ്റ്. ചേട്ടാ, എൻ്റെ ആദ്യത്തെ ഫിലിം നല്ല സൂപ്പറായിട്ട് ചെയ്തായിരുന്നേ. പിന്നെന്താ, ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുള്ള കുട്ടികളൊക്കെ പിന്നെ നിലത്ത് നിന്നിട്ടില്ല, അത്രയ്ക്ക് രാശിയാ. പിന്നെ ചേട്ടനെ മമ്മൂക്കയ്ക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ? മമ്മൂക്കയ്ക്ക് പിന്നെ അല്ല. പിന്നെ മമ്മൂക്കൊക്കെ എന്തിനാ മേക്കപ്പ്? അത് ശരിയാ, അത് കറക്റ്റാ. പിന്നെ ഞങ്ങളുടെ സമാധാനം. പിന്നെ ഞാനെന്താ ചുമ്മാ ഇരിക്കണം. ആ മോളെന്താ കണ്ണു കലങ്ങ? കോൺഫിഡൻസ് അല്ലേ? ഓക്കെ, പോയി ബെസ്റ്റായിട്ട് ചെയ്തു. ഓക്കെ, അപ്പോ ഓക്കെ എന്നാ. സാർ പുതുമുഖമാണ്, ഐശ്വര്യത്തിന് വേണ്ടിയാ. ഐശ്വര്യ മതി. എടോ, അതൊരു അയാളടുത്ത് പോകാൻ പറയടോ.
ആർട്ടിസ്റ്റ് എവിടെ? സർ ടെൻഷൻ ഉണ്ടോ? ഇല്ല, ഗുഡ്, റെഡിയാണ്. ഓൾ ദി ബെസ്റ്റ്. അങ്ങോട്ട് 12/1, take 1. ആർട്ടിസ്റ്റ് റെഡി? ക്യാമറ ആക്ഷൻ. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീം എന്താണെന്നറിയില്ല, ചങ്ക് പെടപെടാന്നിരിക്കുന്നു. എക്സൈറ്റ്മെന്റ് കൊണ്ടായിരിക്കും. നോക്കിക്കും, ഈ ഒറ്റ ഷോട്ട് കൊണ്ട് ഞാൻ ആ ഡയറക്ടറെ ഞെട്ടിക്കും. പക്ഷെ ഞാൻ അറിഞ്ഞില്ല. ഇറ്റ് വാസ് എ റെഡ് ലെറ്റർ ഡേ ഫോർ മീ. എക്സ്ക്യൂസ് മീ, നാൻസി റാണി എന്നൊരു പേഷ്യൻറ്റ്. നാൻസി റാണി, ഒരു മിനിറ്റ്. ഡോക്ടർ സേവിയറിനെ മീറ്റ് ചെയ്യണേ, ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്, റൈറ്റ് സൈഡ് ലാസ്റ്റ്. Hello, sister. Please have a seat. So you are the closest relative of Nancy Rani, right? See, Nancy Rani ഇവിടെ അഡ്മിറ്റ് ചെയ്തപ്പോൾ ബ്ലഡ് സാമ്പിൾസിലുള്ള ഒരു വേരിയേഷൻ കൊണ്ടാണ് ബയോപ്സിക്ക് അയക്കാൻ തീരുമാനിച്ചത്. സാഡ് ടു സേ, റിസൾട്ട്സ് ആർ പോസിറ്റീവ്. സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലുക്കീമിയ. സിസ്റ്ററെ, ആ ചേച്ചി, എന്നാ ഇത് പെണ്ണുപിള്ളേന്റെ ഫോണൊന്നും തന്നെ. ചുമ്മാ അടങ്ങി കൊച്ചേ, വയ്യാത്ത കൊച്ചായി പോയി. അതെ, എനിക്ക് അസുഖമൊന്നുമില്ല. അറിയാം, ചുമ്മാ പറഞ്ഞതാ. എന്റെ ഫോൺ തരാം. ക്ലാരമ്മ എന്താ ഇവിടെ? ഇത് കണ്ടോ, ഞാൻ അവിടെ ബോധം കെട്ട് വീണെന്ന് പറഞ്ഞു ഇവിടെ പിടിച്ചിരുത്തി ഉള്ള ടെസ്റ്റും ചെയ്തിട്ട് എന്റെ ഫോൺ പോലും തരുന്നില്ല. ഒന്ന് പറയാന്നേ, അവിടെ ഷൂട്ടിംഗ് സെറ്റ് എല്ലാരും വെയിറ്റ് ചെയ്യല്ലേ. എന്താ ക്ലാരമ്മ എന്താ കരയാണോ? ഞാൻ ഡോക്ടറെ പോയി കണ്ടിരുന്നു. ഏത് ഡോക്ടർ? ഓങ്കോളജിസ്റ്റാണ്. എനിക്കെന്താ വല്ല ക്യാൻസറും ഉണ്ടോ? താരുലോലമായേതോ